നമസ്കാരം. അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഘടനയുണ്ട്, USCIR. ഈ സംഘടനയുടെ ചെയർമാൻ ആസിഫ് മെഹ്മൂദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് RSSന്റെ സർസംഘചാലകനെ അമേരിക്കയിൽ കയറ്റാൻ പാടില്ല. കാരണം RSS മതസ്വാതന്ത്ര്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് വളരെ കൃത്യമായ ഒരു മറുപടി ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പിന്റെ വക്താവായ രൺധീർ സിംഗ് ജയ്സ്വാൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് RSS എന്നും എന്താണ് RSS എന്നും അമേരിക്കയ്ക്ക് നല്ല വടിവത്ത ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകിയിട്ടുള്ളത്. ഈ ആസിഫ് മെഹ്മൂദ് എന്ന് പറയുന്ന വ്യക്തി പാകിസ്ഥാൻ വംശജനാണ്. ഈ പാകിസ്ഥാൻ വംശജരുടെ ഒക്കെ പ്രത്യേകത ഭാരതത്തിന്റെ സംസ്കാരം അമേരിക്കയിൽ എത്തുന്നതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് എത്തുന്നതിനെയൊക്കെ തടയിടുവാൻ വേണ്ടിയിട്ട് അവർ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നു. അവർ ഇപ്പോൾ അമേരിക്കയിലാണ് ജീവിക്കുന്നത് എങ്കിലും അവരുടെ ഒരു കർമ്മം അല്ലെങ്കിൽ അവരുടെ മനസ്സ് മുഴുവൻ പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ പാക് വംശജർക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ ചിലപ്പോഴെങ്കിലും ആ രാജ്യത്തിന്റെ പ്രതിനിധികൾ സ്വീകരിക്കുന്നത്. ഫിൻലാൻഡിന്റെ മന്ത്രി ഈ അടുത്ത സമയത്താണ് പറഞ്ഞത് പാകിസ്ഥാൻ ഒരു പ്രാന്തപ്രദേശമായിട്ട് അറിയുവാൻ വേണ്ടിയിട്ട് ഫിൻലാൻഡ് താല്പര്യപ്പെടുന്നില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ പാർക്കുകളും പൊതു ഇടങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കാരമോ മറ്റൊന്നും നടത്തുവാനോ അതോടൊപ്പം തന്നെ വലിയ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുവാനോ ഒന്നും പാടില്ല. ബോക്സുകൾ വെച്ചുകൊണ്ടൊന്നും ബാങ്ക് വിളി അനുവദനീയമല്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം തന്നെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അതോടൊപ്പം ശക്തമായ ഭീകരവാദത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മതമൗലികവാദത്തിന്റെ ദർശനങ്ങൾ, അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തന്നെ ചില പ്രകടനങ്ങൾ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജർമ്മനിയിൽ നടന്ന എല്ലാ ഇൻഡിഫാദ മൂവ്മെന്റ്, ഈ രീതിയിൽ പല മൂവ്മെന്റുകളും യൂറോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഈ രീതിയിൽ പാകിസ്ഥാൻ ഒറിജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അതീവ ഇസ്ലാമിക മതമൗലികവാദത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംഘടനകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ചേക്കേറിയത് കൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുവാനാണ് ഇവർക്ക് ലഭിക്കുന്ന ചുമതലകൾ ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഭാരതത്തിന്റെ ദർശനങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് കയറുന്ന പക്ഷം ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ഭീകരവാദ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്കുള്ളിലുള്ള ഈ ഭീകരവാദ മതമൗലികവാദ ആശയങ്ങൾ പിന്തുടർന്നവർക്ക് നിലനിൽപ്പില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ട്. ഭാരതം ലോകത്തിന് പകർന്നു നൽകിയ വസുദൈവ കുടുംബകം പോലുള്ള ആശയങ്ങൾ, ഈ ആശയങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിൽ എത്തുന്ന പക്ഷം ഇത്തരം മതമൗലികവാദ സംഘടനകൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ പുറത്തു വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും വകവെച്ചു കൊടുക്കുവാൻ ഭാരതത്തിനും കഴിയില്ല. ലോകത്തിൽ ആകമാനം ഭാരതത്തിന്റെ സംസ്കാരത്തെ പിന്തുടർന്നു വന്ന മനുഷ്യർ ഉയർന്നു വരുന്നുണ്ട്. അത് അമേരിക്കയിലും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ അമേരിക്കക്കകത്തുള്ള ഇടതുപക്ഷവും ചില മതമൗലികവാദ പ്രസ്ഥാനങ്ങളും ഇതിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും പല വിധത്തിലുള്ള അജണ്ടകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരാറുണ്ട്. ഇവിടെയും അതൊക്കെ തന്നെയാണ്, അമേരിക്കയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ ഒക്കെ അനുരണനം എന്ന രീതിയിൽ തന്നെയാണ് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് യൂറോപ്പിനെ ആകമാനം ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ വിയർപ്പുമുട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും വകവെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാരമ്പര്യവാദികൾ സമ്മതം ഇല്ല എന്നുള്ളതാണ്. അവർ ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ആശയങ്ങളിലുള്ള സംഘടനകൾ രൂപീകരിക്കുകയുണ്ടായി. അവർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. അല്ലാതെ മതസ്വാതന്ത്ര്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ടല്ല RSSന്റെ സർസംഘചാലകനെ ഈ രീതിയിലുള്ള നിരോധനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ സംഘടനയുടെ ചെയർമാൻ ശുപാർശ ചെയ്തത്. നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയിൽ നിന്ന് ചില പരാതികൾ അമേരിക്കയിലേക്ക് എത്തുകയുണ്ടായി. അത് അമേരിക്കയുടെ വിസ നരേന്ദ്രമോദിക്ക് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ പിന്നീട് പിൽക്കാലത്ത് നരേന്ദ്രമോദിക്ക് വിസ നൽകുകയും അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പ് അമേരിക്കയിൽ ലഭിക്കുകയും ഉണ്ടായി. അതോടുകൂടി ഇത്തരത്തിലുള്ള വിഘടനവാദികളുടെ പത്തി ഒന്ന് താന്നു വന്നതാണ്. എന്തായാലും ഈ രീതിയിൽ ഇന്ത്യയെ അപമാനിക്കുവാൻ ശ്രമിച്ചവർക്ക് നല്ല ഊക്കൻ മറുപടി തന്നെയാണ് ഭാരതം നൽകിയിട്ടുള്ളത്. ആസിഫ് മെഹ്മൂദ് എന്ന് പറയുന്ന പാകിസ്ഥാനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിരോധം ഭാരതത്തിനോട് ഉണ്ട് എങ്കിൽ അത് തീർക്കുവാൻ വേണ്ടിയിട്ട് RSSന്റെ നെഞ്ചത്തോട്ട് കയറേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ RSS രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലുള്ള സാംസ്കാരിക സംഘടന ഏകദേശം 100 വർഷത്തോളം ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഒരു വിഘടനം കൂടാതെ ഒരു ഭിന്നിപ്പിക്കലും കൂടാതെ ഒരു രീതിയിലുമുള്ള
മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളോ ഭീകരമായിട്ടുള്ള ആശയങ്ങളോ ഒന്നും വെച്ച് പുലർത്താതെ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ സനാതനമായ ബിംബങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് എന്തിനാണ് ഈ രീതിയിലുള്ള എതിർപ്പ് ഇത്തരം ആൾക്കാർ പ്രകടിപ്പിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അവർക്കെതിരെ വളരെ കൃത്യമായ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഭാരതം തികച്ചും മതനിരപേക്ഷമായും ജനാധിപത്യപരമായും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം തുടർച്ചയായി ഇടതടവില്ലാതെ വരുന്ന ഒരു സംസ്കാര ധാരയാണ് ഭാരതത്തിന്റെ സംസ്കാര ധാര. ആ ഭാരതത്തിന്റെ സംസ്കാര ധാരയെ മനസ്സോടും തങ്ങളുടെ പ്രവർത്തനത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഒരിക്കലും ഇനി അധിനിവേശ ശക്തികൾക്ക് അടിപ്പെടരുത് എന്നാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതുവരെയും, അതായത് ഈ 100 വർഷം വരെയും ആ സംഘടനയ്ക്ക് വളരെ ശക്തമായി തന്നെ നിലകൊള്ളുവാൻ സാധിച്ചു. എന്നാൽ മറ്റ് സംഘടനകൾ, അതോടൊപ്പം ചേർന്ന് ആരംഭിച്ച സംഘടനകൾ തന്നെ ഈ ഭാരതത്തിനകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അവരെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ചില സംഘടനകളാണ് ഈ രീതിയിൽ RSSനെതിരെ നിരന്തരമായിട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അതിന്റെ ചില ഭാഗമായിട്ടാണ് വിദേശങ്ങളിൽ പോലും ഈ സംഘടനയുടെ ആശയം പിന്തുടർന്ന ആൾക്കാർ, ഇത്തരം സംഘടനകളുടെ ആശയം പിന്തുടർന്ന ആൾക്കാർ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഭാരതത്തിന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് നേരെ ഉന്നയിക്കുന്നത്. എന്തായാലും അതിന് താൽക്കാലികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. USCRF വിചാരിച്ചാലൊന്നും RSSനെ നിരോധിക്കുവാൻ കഴിയില്ല. RSSന്റെ സർസംഘചാലകനെ അമേരിക്കയിൽ കയറ്റാതിരിക്കുവാനും കഴിയുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.